നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മതം നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ അനുവദിക്കാമോ എന്ന് നമുക്ക് ചിന്തിക്കാം. മതത്തിൻ്റെ സ്വാധീനം നമ്മുടെ വ്യക്തിത്വത്തിൽ എത്രമാത്രം ഉണ്ടാകണം എന്നത് വളരെ സൂക്ഷ്മമായൊരു ചോദ്യമാണ്. അതിൻ്റെ മറുപടി വ്യക്തിയുടെ ചിന്താശീലത്തെയും ജീവിത പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു. ജീവിത നയങ്ങൾ, എത്തിക്സ്, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ രൂപപ്പെടുത്താൻ ഒരു പരിധിവരെ മതം സഹായിക്കുന്നു. സംയമനം, സഹനശീലത, കരുണ, സത്യസന്ധത തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ ഇതിൽ കൂടി വളർത്താം. എന്നാൽ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സ്വാധീനവും ഇതിനുണ്ട്. മതം നിർബന്ധിതമായി ചിന്താശക്തിയെ തടഞ്ഞ് അനുകൂലമായി അമർത്തുമ്പോൾ വ്യക്തി സ്വതന്ത്രമായും വിശ്വസനീയവുമായും സ്വയം തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്നു. ഇത് വ്യക്തിത്വത്തെ കഠിനമായി നിർവചിക്കപ്പെട്ട രൂപത്തിലേക്ക് മാറ്റാൻ ഇടയാകും. സ്വാതന്ത്ര്യവും വിമർശനാത്മക ചിന്താശേഷിയും കുറയ്ക്കുന്നു. മതം വ്യക്തിത്വത്തെ നിർദ്ദേശകരമായ മാർഗങ്ങൾ നൽകുന്ന ഒന്നാകണം, അല്ലാതെ നിയന്ത്രണമല്ല വേണ്ടത്. വിശ്വാസം വ്യക്തിയുടെ ആത്മപരിശോധന, ചിന്താശേഷി, സ്വതന്ത്രമായ തീരുമാനമെടുക്കൽ എന്നിവയെ പരിപോഷിപ്പിക്കണം. മതം വ്യക്തിത്വത്തെ സ്വാധീനിക്കാം, പക്ഷേ അത് സാഹചര്യമായ സ്വാതന്ത്ര്യവും പോസിറ്റീവുമായ രീതിയിലാകണമെന്ന് മാത്രം. മതത്തിൻ്റെ പോസിറ്റീവ് സ്വാധീനം വ്യക്തിത്വത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. മതം വഴി മൂല്യങ്ങൾ നമ്മുടെ പ്രവൃത്തികൾക്കും തീരുമാനങ്ങൾക്കും ലോകദൃഷ്ടിക്കും ഒരു മാർഗരേഖ നൽകുന്നു. സഹനശീലത, കരുണ തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. ആത്മാന്വേഷണത്തിന് സഹായം ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മതം വ്യക്തിത്വത്തെ നിർദ്ദേശിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം, പക്ഷേ സ്വതന്ത്ര ചിന്തയ്ക്ക് വ്യക്തിഗത അനുഭവങ്ങൾക്കും വഴിയൊരുക്കുകയും വേണം. വ്യക്തിത്വം സ്വതന്ത്രമായും ചിന്താപരമായും വളരാൻ മതം ഒരു സഹായ ഘടകമാകുന്നു. എന്നാൽ മതം നിയന്ത്രണമായി ആകുമ്പോൾ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സ്വാധീനം ഒരു ഉദാഹരണത്തിലേക്ക് നോക്കാം. ഒരു യുവാവ് ഒരു വലിയ മതസംഘടനയിൽ അംഗമായി വളർന്നാൽ അവിടെ ധാർമ്മിക നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള മതനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവൻ്റെ ഓരോ ചിന്തയും രൂപപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവുകളും വ്യക്തിഗത തീരുമാനശേഷിയും സമൂഹത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാൻ കഴിയാത്ത ഒരു ആന്തരിക പുകത്തിരിയുന്ന അനുഭവങ്ങൾ സ്വീകരിക്കാൻ പേടിയുള്ള വ്യക്തിയായി വളരുന്നു. മതം നിയന്ത്രണമായുള്ള നിർദ്ദേശം മാത്രമാകുമ്പോൾ അത് വ്യക്തിത്വത്തെ പരിമിതപ്പെടുത്തും. സ്വാതന്ത്ര്യവും ചിന്താശേഷിയും ഇല്ലാതാകുമ്പോൾ വ്യക്തിത്വം പൂർണ്ണമായി വളരാൻ തടസ്സമാകും. മതം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തണം, നിയന്ത്രണം സൃഷ്ടിക്കരുത്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.